ഇത് നമുക്ക് ഇവിടെ ഒട്ടിക്കാം. ഇത് കയ്യിൽ ഒട്ടിപ്പിടിച്ചോയല്ലോ. താഴെ നമുക്ക് ഈ താലപ്പൊടി ഒട്ടിച്ചിട്ട് മതിയാക്കാം നമുക്ക്. പിന്നെ നമുക്ക് താഴെ കുറച്ച് കളറിനുണ്ടാക്കാം. നമുക്ക് കളർ എടുക്കാം. ഇതിന് മാച്ച് ആയിട്ടുണ്ട് കളർ ലൈറ്റ് വെച്ചാവും. നമുക്ക് ഇത് ഇവിടെ കൊടുക്കാം. ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് കളർ ഇവിടത്തേക്കാക്കി കൊടുക്കാം. ഇങ്ങനെ 4 സൈഡ് ആക്കണം. 2 സൈഡ് വരണം. ഏതൊരു സൈഡും കൂടി ഉണ്ട് കേട്ടോ. മറ്റേ സൈഡ് കഴിയൂല. ഇപ്പുറത്തെ സൈഡിൽ ഇനി ഇപ്പുറത്തെ സൈഡ് നമുക്ക് കളർ എടുക്കാം. നമുക്ക് ഇത് ഇവിടെ കൊടുക്കാം. അത് ആടെ വിട്ടായോ. നമുക്ക് കുറച്ച് പച്ച ഫ്ലവർ ഒട്ടിച്ച് വെക്കാം. നമുക്ക് ഇങ്ങനെ പച്ച ഫ്ലവർ ഇല്ല പച്ച, എന്നാലും നമുക്ക് ലീഫ് വരച്ചെടുക്കാം. ലീഫ് വരക്കാൻ അറിയില്ല, ഞാൻ വെറുതെ ഇങ്ങനെ വരച്ചതാ. പിന്നെ നമുക്ക് നെയിൽ പോളിഷ് എടുക്കാൻ. നെയിൽ പോളിഷ് എന്ത് കളർ എടുക്കും? ഗ്രീൻ കളർ ഇല്ല, ഇതിന്റെ പകരം നമുക്ക് ഈ പിങ്ക് എടുക്കാം. പിങ്ക് വേണം. യെല്ലോ ഗോൾഡൻ എടുക്കാം. നമുക്ക് എടുക്കാം. അതിന് എവിടെ ഒരു ചെറിയൊരു ഇങ്ങനെ വരച്ചെടുക്കാം. ഓരോരു സ്ഥലത്ത് ഓരോരു കുത്തരച്ചു കൊടുക്കാം. ഈ സ്ഥലത്തൊന്ന് ഏതോ എടുക്കാം നമുക്ക്. ഈ സ്ഥലത്തൊന്ന് നമുക്ക് വേറെ കളർ എടുക്കാം. പിങ്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാം. ഇത് ആക്കിയിട്ടായിട്ട് നമുക്ക് ഇങ്ങനെ റൗണ്ടിൽ തന്നെ വരച്ചെടുക്കാം കേട്ടോ. റൗണ്ടിൽ ഇറക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും ഞാൻ വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ എന്താവും, നമ്മൾ നേരാക്കി എടുക്കും. പൊട്ടായെങ്കിൽ സാറില്ല, ഞാൻ നേരാക്കി എടുക്കും. എനിക്ക് ഈ ഡ്രോയിങ് കാരണം നല്ലോണം ഇഷ്ടം. നിങ്ങൾക്ക് ഇഷ്ടമാണോ? എനിക്ക് ഈ ഡ്രോയിങ് കാരണം വളരെ വളരെ ഇഷ്ടം. നമുക്ക് എല്ലായിടത്തും ആക്കി കൊടുക്കാം. ഉത്തിട്ട് കൊടുത്തല്ല ഇവിടെ ഇരിക്കട്ടെ. നല്ല വാണ്ട്, ഇത് നല്ല വാണ്ട്. ഇതും നമുക്ക് ആക്കി കൊടുക്കാം. നല്ല പാങ്ങുണ്ടാവും ഇതാക്കി കൊടുത്തെങ്കിൽ. ഇതെന്തോ പൊട്ടായ എനിക്കുണ്ട്. കയ്യിലുണ്ടോ? നമുക്ക് അതിനടുത്താക്കാം. ഇത് വരുന്നു ഇല്ല അടുത്തത്. നമുക്ക് 2 ബാക്കിണ്ട് ആക്കാൻ. 2 ആക്കണം. ഞാൻ ആക്കും. നമുക്ക് റൗണ്ടിൽ കൊടുക്കാം. നമുക്ക് ഇത് കഴിയാനേ ലാസ്റ്റ് നമുക്ക് റൗണ്ടിൽ അരച്ചു കൊടുക്കാം. ബാലൻസ് കിട്ടുന്നില്ല. നമുക്ക് ഈ സ്റ്റിക്കർ ഒട്ടിക്കാം. ഇനി ഈ സ്റ്റിക്കർ എടുക്കാം. പച്ച ജ്യൂസ്, പിസ്ത ജ്യൂസ് എന്ന് തോന്നുന്നു. പച്ചന്നെ ഉണ്ട്. ഈ ജ്യൂസ് നമുക്ക് ഇവളെ കയ്യിൽ കൊടുക്കാം. ഇവൾക്ക് ആ പാൻറ് എടുത്താലേ ജീൻസ്, അതിപ്പം നമുക്ക് ഓർമ്മ വരുന്നത്. നമുക്കൊരു ഇത് എഴുതാം. നമുക്ക് ഈ സ്റ്റിക്കർ ഈ ഹെയർ ബാൻഡ് ആരെങ്കിലും ഒരാൾ തലയിൽ കുത്തി കയറ്റണം. 2 ഉണ്ട്. നമുക്ക് 1 ഈ സ്റ്റിക്കർ എടുത്തിട്ട് ഈ പെണ്ണിക്ക് മാച്ച് ആവും തോന്നുന്നു. ഈ പെണ്ണിന് മാച്ചായി. അല്ല നമുക്ക് ഈ പെണ്ണിന്റെ ജീൻസ് ഇവിടെ കണ്ടുപിടിക്കും. ജീൻസ് കണ്ടുപിടിക്കാൻ ഇവിടെ ചെറിഞ്ഞിട്ട് ഇടേണ്ട വരും. അങ്ങനെ ജീൻസ് കാണുന്നില്ലല്ലോ. ജീൻസ് ഇപ്പൊ എവിടെ പോയിട്ട് തപ്പും? അത് ലാസ്റ്റ് എടുക്കാം. പിന്നെ നമുക്കടുത്തത് ബ്യൂട്ടിഫുൾ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചെടുക്കാം.
നമുക്ക് ഒറ്റെടുക്കാം. ഇത് എടുക്കാൻ കുറച്ച് പാട്. അത് നമുക്ക് താഴെ ഒട്ടിച്ചെടുക്കാം. മുകളിൽ സ്ഥലമില്ല. ഇത് രണ്ട് അടുത്തടുത്തിനായതുകൊണ്ട് കുറച്ച് ബ്യൂട്ടിഫുൾ ഉണ്ട്. അതിന് നമുക്ക് എന്ത് സ്റ്റിക്കർ ഒട്ടിക്കാം? ഇവിടെ ഒരു മുടി, ഇവിടെ ഒരു മുടി. മുടിയിൽ പച്ച സ്റ്റിക്കർ ഉണ്ട്, പച്ച ബോ ഉണ്ട്. പച്ച പോവും നല്ല പാങ്ങുണ്ട് കേട്ടോ. നല്ല പാങ്ങില്ല. ഈ പെണ്ണിന് പാൻറ് ഇല്ലാന്ന് തോന്നുന്നു. ജീൻസ് ഇത്രയേ ഉള്ളൂ. ജീൻസ് ഒന്നും കാണുന്നില്ലല്ലോ ഈ പെണ്ണിന്. ഈ പെണ്ണിക്ക് ജീൻസ് ഒന്നുമില്ല. അങ്ങനെ കെട്ടി ഒറ്റടുപ്പിൽ. പാവട വേണോ ജീൻസ് വേണോ? അങ്ങോട്ടോ പാവട ഭംഗിയില്ല, നമുക്ക് ജീൻസ് തന്നെ ഇട്ട് കൊടുക്കാം. മതി നല്ലത്. ഞമ്മ രണ്ടാൾക്ക് ഡ്രസ്സാക്കി കൊടുത്തിപ്പോ. ഇവൾക്കൊന്ന് ഇവൾക്കൊരു ഇത് വേണ്ടേ? ഒരു സ്ഥലം മറന്നു ഇട്ടത്. നാരിട്ട് ഇടാം, അല്ലെങ്കിൽ അത് നാരാവൂല. നമുക്ക് ഈ പെണ്ണിന് ഈ പണിക്ക് ഇനി ഇതാവൂല. വെക്ക്. നമുക്ക് ഈ പെണ്ണുക്ക് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കല്ല. നമുക്ക് മറ്റേ ഈ പെണ്ണുക്ക് ഇട്ട് കൊടുക്കാം. ഈ പെണ്ണുക്ക് മാച്ചാവോ? ഈ പെണ്ണുക്ക് മാച്ചാവുന്നില്ല. ഈ പെണ്ണുക്ക് മാച്ചോ? ഈ പെണ്ണുക്ക് നന്നായിട്ട് മാച്ചാണ്. നമുക്ക് എന്തുണ്ട് ബാക്കി? ഗ്രില്ല് അത്ര സാധനമില്ല. നമുക്ക് ഇതെടുക്കാം. പേപ്പർ സോപ്പിന്റെ ആവശ്യമില്ല, സ്പോഞ്ച് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ കയ്യിൽ. നമുക്കൊരു ഫ്ലവറായിട്ട് ഇവിടെ ഒട്ടിക്കാം. നമുക്കൊരു പേപ്പർ സോപ്പ് എടുക്കാം. നമുക്ക് ഗോൾഡ് തന്നെ എടുക്കാം. ഇതിന്റെ കളർ എടുക്കണ്ട, ഒന്നില്ല, കഴിഞ്ഞ് ഇവിടെ കൊടുക്കാം. എൻ്റെ കൈക്കാവെന്ന് പറഞ്ഞിട്ട് നെയിൽ പോളിഷ് അല്ലേ, കൈക്കാവാണ്ടിരിക്കുമ്പോ ഞാൻ കൈയിനോണ്ട് തന്നെ ഒട്ടിക്കും. കുറച്ച് ഇതിൻ്റെ മുകളിലൊക്കെ അടിച്ചു കൊടുക്കാൻ. വേറെ കളർ എടുക്കുന്നുണ്ട്. ഇതിൻ്റെ അവിടെ തന്നെ അടിച്ചു കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് എന്തെങ്കിലും കളർ അടിച്ചെടുക്കാം. പിന്നെ എന്തെങ്കിലും നമ്മൾ പിങ്ക് അടിച്ചു കൊടുത്തില്ലേ, പിങ്ക് അടിച്ചു കൊടുക്കാം അതിലേക്ക്. എടുത്തൂടെ അതിൽ പാവുണ്ട്. നമുക്ക് അതിലേക്ക് പിങ്ക് അടിച്ചു കൊടുക്കണം. സ്റ്റിക്കർ ഇപ്പൊ കഴിയാനായോ? നമുക്ക് കുറച്ച് കളർ എടുക്കാം. നമുക്ക് ഒന്ന് ഇങ്ങോട്ട് ഒരു ഷെയ്ഡ് ഒണിയല്ലോ. ഒണിയ നോക്കാലോ. ഒണി തൻ്റെ കൈക്കല്ല ബ്യൂട്ടിഫുളിൻ്റെ അടുത്തുള്ള കൊടുക്കാം. ഇവിടെ നമുക്ക് അണ്ടർലൈൻ ചെയ്യാം. ഗ്രീൻ ടീ ഏടൊട്ടിക്കുന്നത് കുഞ്ഞി ആടിയാ? ഒട്ടിക്ക് ഇങ്ങനെ കയ്യിൽ ഒടിച്ചിട്ട്. ഒട്ടിച്ചേ കുഞ്ഞി. അങ്ങനല്ല കുഞ്ഞി, ഇങ്ങനെ ഒട്ടിക്കണം. അതിനൊട്ടിച്ചേ. ഒട്ടിക്കണ്ട കുഞ്ഞി, അതിനൊട്ടിക്കണ്ട. നമ്മളാ ചെയ്തത് ഇത്ര കയറ്റുണ്ടേ. നല്ല രസമുണ്ടെങ്കിൽ താങ്ക് യു. ഇത് കഴിഞ്ഞു. നമുക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.